കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ലയോ 14 തൻ്റെ ഔദ്യോഗിക സ്ഥാനീയ ചിഹ്നങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വത്തിക്കാനിൽ സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും 9:30 തന്നെ പാപ്പ മൊബൈലിൽ വത്തിക്കാൻ ചത്തുരത്തിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് കടന്നു വരുന്ന ലയോ 14 ലോകം കണ്ടത്. നിറഞ്ഞ ഹർഷാരവത്തോടുകൂടിയാണ് അദ്ദേഹത്തെ അവർ സ്വീകരിച്ചത്. തുടർന്ന് വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിങ്കൽ പൗരസ്ത്യ സഭയിലെ പാത്രിയാർക്കിസ്മാരോടൊപ്പം ധ്യാനത്തിൽ ചെലവഴിച്ച് ധൂപാർപ്പണ പ്രാർത്ഥന നടത്തുന്ന മാർപ്പാപ്പയാണ് ലോകം കണ്ടത്. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയിൽ ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും വായിച്ച സുവിശേഷ വായനകൾക്ക് ശേഷമാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക സ്ഥാനീയ ചിഹ്നങ്ങളായ പാലിയവും മുദ്രമോതിരവും സ്വീകരിച്ചത്. ഇടയധർമ്മത്തെ സൂചിപ്പിക്കുന്ന പാലിയം അദ്ദേഹത്തെ അണിയിച്ചത് ഫ്രഞ്ച് കർദിനാൾ ഡൊമിനിക് മമ്പേർത്തിയായിരുന്നു. തുടർന്ന് ആഫ്രിക്കയിൽ നിന്നുള്ള കർദിനാൾ അംബേങ്കോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസിന്റെ മോതിരം, മുക്കുവന്റെ മോതിരം എന്നറിയപ്പെടുന്ന മുദ്രമോതിരം അദ്ദേഹത്തെ അണിയിച്ചത് ഏഷ്യയിൽ നിന്നുള്ള കർദിനാളായ കർദിനാൾ ടാഗ്ലയായിരുന്നു. തുടർന്ന് വിശ്വാസി സമൂഹത്തിന്റെ 140 കോടിയിലധികം വരുന്ന വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധികളായി 12 തരം പ്രതിനിധികൾ അദ്ദേഹത്തെ സമീപിച്ച്, മാർപ്പാപ്പയെ സമീപിച്ച് തങ്ങളുടെ വിശ്വാസവും അനുസരണവും വിധേയത്വവും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. തുടർന്ന് സുവിശേഷ ഗ്രന്ഥം കൊണ്ട് ലോകത്തെ ആശീർവദിച്ചതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ സന്ദേശം ലോകത്തിന് നൽകിയത്. സ്നേഹത്തിലും ഐക്യത്തിലും വ്യാപരിച്ച് വിദ്വേഷവും വെറുപ്പും ലോകത്തിൽ നിന്ന് അകറ്റുവാൻ ലയോ 14 മാർപ്പാപ്പ ലോകത്തോട് മുഴുവനുമായും വിശ്വാസികളോട് പ്രത്യേകിച്ചും ആഹ്വാനം ചെയ്തു. ഭൂമിയുടെ റിസോഴ്സസ് എല്ലാം ചൂഷണം ചെയ്യപ്പെടുകയും പാവപ്പെട്ടവർ വീണ്ടും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പുളിമാവുമായി പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് ഇന്ന് ആവശ്യമെന്ന് പറഞ്ഞ ലയോ 14 ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ കണ്ടത്. ഏതാണ്ട് 150-ലധികം രാജ്യങ്ങളിൽ നിന്ന് വന്ന ജനപ്രതിനിധികളെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ അദ്ദേഹം അഭിവാദനം ചെയ്തു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഉക്രൈനിയൻ പ്രസിഡന്റും അമേരിക്കയുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിഞ്ഞതെങ്കിലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് പുരോഗമനപരമായ ചിന്താഗതികൾ മുന്നോട്ട് വയ്ക്കുന്ന ലയോ 14 മാർപ്പാപ്പ പക്ഷേ ഒരിക്കലും തൻ്റെ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന് ഇന്നത്തെ സുവിശേഷ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാണ്. തൻ്റെ മുൻഗാമിയായ ലയോ 13 മാർപ്പാപ്പയെയും വിശുദ്ധ അഗസ്തിനെയും ഒക്കെ നിരന്തരം കോട്ട് ചെയ്യുന്ന അദ്ദേഹം സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തെ വീക്ഷിക്കുന്ന ഒരു മാർപ്പാപ്പയാകാനാണ് സാധ്യത എന്നുള്ള എല്ലാ സൂചനകളും നൽകിക്കൊണ്ടാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ അവസാനിച്ചത്.